ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കാൽക്കുലേഷൻ ആണ് ബൈ അപ്ലൈങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന ഒരു ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ക്വസ്റ്റ്യനും കൂടെ നമ്മളിവിടെ സോൾവ് ചെയ്ത് കാണിക്കാം. കാരണം ഈ ക്വസ്റ്റ്യനിൽ ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ വരുന്നുണ്ട്. അതും കൂടെ നിങ്ങളെ ഒന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾ ചൂസ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിൽ റീഡ് ഔട്ട് ദി ക്വസ്റ്റ്യൻ. If the price or demand function is Px, that is equal to 50 minus 1.25x, and the cost function, that is Cx, equals 160 plus 10x, where x is the number of units in thousands and cost in rupees. Determine break-even points. Points എന്നാണ് ചോദിച്ചിരിക്കുന്നത്. That means there can be two possible answers. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം 2 പോസിബിൾ സൊല്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്സ് എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് തോന്നിയത്? കോസ്റ്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് യു ഓൾറെഡി നോ വാട്ട് ഈസ് കോസ്റ്റ് ഫംഗ്ഷൻ. കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫിക്സ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടെ ചേരുന്നതാണ് കോസ്റ്റ് ഫംഗ്ഷൻ. പിന്നീട് പി എക്സ് എന്നും തന്നിട്ടുണ്ട്. പി എക്സ് എന്ന് നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിരുന്നത് പ്രോഫിറ്റ് ഫംഗ്ഷൻ എന്നാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പി എക്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. പി എക്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഫംഗ്ഷൻ അല്ല, നേരെ മറിച്ച് ഏത് ഫംഗ്ഷനാണ്? പ്രൈസ് ഓർ ഡിമാൻഡ് ഫംഗ്ഷനെയാണ് ഇവർ ഈ ക്വസ്റ്റ്യനിൽ പി എക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പാടില്ല. ദിസ് ഇസ് നോട്ട് പ്രോഫിറ്റ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് പ്രൈസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതൊരു പുതിയ ടേമാണ്, നമ്മൾ ഇതൊരു ഡിസ്കസ് ചെയ്യാത്തതാണ് പ്രൈസ് ഫംഗ്ഷൻ. പക്ഷേ പ്രൈസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, അതിനെയാണ് പ്രൈസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസിനെയാണ് പ്രൈസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം ഇതെങ്ങനെ സോൾവ് ചെയ്യാം? മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ് ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് എന്താ വരേണ്ടത്? അറ്റ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ദർ വിൽ ബി നീദർ പ്രോഫിറ്റ് നോർ ലോസ്. അതായത് പ്രോഫിറ്റ് ഇല്ലായിരിക്കും. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് വിൽ ബി 0. പ്രോഫിറ്റ് 0 ആണ്. പിന്നീട് ഒരു പോയിൻ്റ് ഏതാണ്? ടോട്ടൽ റവന്യൂ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഈക്വൽസ് ടു ടോട്ടൽ റവന്യൂ എന്ന് ചിന്തിച്ചാലും മതി. ദാറ്റ് ഈസ് ആർ എക്സ് വിൽ ബി ഈക്വൽ ടു സി എക്സ്. ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കാൽക്കുലേഷനിൽ. നമ്മളത് അതുകൊണ്ട് ഇവിടെ എഴുതാൻ പോവാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ ആർ എക്സ് വിൽ ബി ഈക്വൽ ടു സി എക്സ് ആൻഡ് പ്രോഫിറ്റ് വിൽ ബി 0. ഹിയർ ആർ എക്സ് ഇസ് നോട്ട് ഗിവൻ ഡയറക്ട്ലി. നമ്മൾ ആർ എക്സ് ഫംഗ്ഷൻ ഇവിടെ കണ്ടില്ലല്ലോ. 2 ഫംഗ്ഷൻസാണ് തന്നിരുന്നത്. ഒന്ന് പ്രൈസ് ഫംഗ്ഷനും മറ്റൊന്ന് കോസ്റ്റ് ഫംഗ്ഷനും. ഇത് പ്രൈസ് ഫംഗ്ഷൻ, ഒരു കോസ്റ്റ് ഫംഗ്ഷനും തന്നിട്ടുണ്ടായിരുന്നു. So revenue function is not given directly, but price or demand function is given as Px equals 50 minus 1.25x. Rxന് പകരം Px എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. Rx എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്. ഇത് ആദ്യത്തെ സെഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. Rx എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ്. അപ്പോൾ ഇവിടെ എന്താ തന്നേക്കുന്നതെന്ന് വെച്ചാൽ ഈ സെല്ലിംഗ് പ്രൈസാണ് തന്നേക്കുന്നത്. പ്രൈസ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. പക്ഷേ എന്ത് തന്നിട്ടില്ല? നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് തന്നിട്ടില്ല. നമ്മൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു അച്ചീവ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്, ദാറ്റ് ഇസ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ആർ എക്സിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ആർ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം? സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്, ദാറ്റ് ഇസ് എക്സ് ഇൻറ്റു എക്സ് അറിയത്തില്ല, എക്സ് ഇൻറ്റു പ്രൈസ് ഫംഗ്ഷൻ. എക്സ് അൺനോൺ, സോ എക്സ് ഇൻറ്റു പ്രൈസ് ഫംഗ്ഷൻ നമുക്കറിയാം. പ്രൈസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് 50 മൈനസ് 1.25x. അപ്പോൾ നമുക്ക് ആർ എക്സ് കിട്ടി. സി എക്സ് ഇസ് ഓൾറെഡി ഗിവൺ ഇൻ യുവർ ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് 160 പ്ലസ് 10x. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് ഈ സ്റ്റെപ്പ് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ കയ്യിൽ ആർ എക്സും ആയി സി എക്സും ആയി. നൗ ലെറ്റ്സ് ഫൈൻഡ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. ബ്രേക്ക് ഈവൻ പോയിൻറ്റിൽ പി എക്സ് ഈക്വൽസ് ആർ എക്സ് മൈനസ് സി എക്സ്. ഈ പി എക്സ് എന്ന് പറയുന്നത് പ്രൈസ് ഫംഗ്ഷൻ അല്ല. പ്രൈസ് ഫംഗ്ഷൻ ഇവിടെ കൊണ്ട് തീർന്നു. നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് റവന്യൂ ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞു. ഇനി നിങ്ങൾ പ്രൈസ് ഫംഗ്ഷനെ കുറിച്ച് ബോധർ ചെയ്യേ വേണ്ട. ഈ പി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് ഫംഗ്ഷനാണ്. ഈക്വൽസ് ആർ എക്സ് മൈനസ് സി എക്സ്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ എക്സ് അറിയാമല്ലോ. എക്സ് വിൽ ബി ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് ടു അച്ചീവ് ബ്രേക്ക് ഈവൻ. അറ്റ് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് വി ഓൾ നോ ദാറ്റ് പ്രോഫിറ്റ് വിൽ ബി 0. സോ 0 ഈക്വൽസ് ആർ എക്സിൻ്റെ ഫിഗർ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എക്സ് ഇൻറ്റു 50 മൈനസ് 1.25x മൈനസ് സി എക്സ്. സി എക്സ് ഇൻ യുവർ ക്വസ്റ്റ്യൻ ഇസ് 160 പ്ലസ് 10x.
ഇതിനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തെടുക്കുക. 0 ഈക്വൽസ് എക്സ് ഇൻറ്റു 50 മീൻസ് 50x. എക്സ് ഇൻറ്റു മൈനസ് 1.25 ഇസ് മൈനസ് 1.25 എക്സ് സ്ക്വയർ മൈനസ് നമുക്ക് കോസ് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. ദാറ്റ് ഈസ് -1 എന്നല്ലേ ഇവിടുത്തെ മീനിങ്. -1 ഇൻറ്റു 160 ഗിവ്സ് യു -160. ദെൻ -1 ഇൻറ്റു 10x ഗിവ്സ് യു -10x. അടുത്ത സ്റ്റെപ്പ് 0 ഈക്വൽസ്. ഇനി ലൈക്ക് ഐറ്റംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക. ആദ്യം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എഴുതുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം -1.25 എക്സ് സ്ക്വയർ പ്ലസ് അടുത്ത എക്സ് എന്ന് പറയുന്നത് ഇവിടെ 50x ഉണ്ട് 10x ഉണ്ട്. അതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 50x - 10x ഗിവ്സ് യു 40x. ദെൻ -160. ഇനി ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലാണ്, ഇപ്പം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം, ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ കോയിഫിഷ്യൻ നെഗറ്റീവാണ്. പറ്റുമെങ്കിൽ നമുക്കിതിനെ പോസിറ്റീവാക്കി ചെയ്യുന്നതാണ് നമുക്ക് സോൾവ് ചെയ്യാൻ എളുപ്പം. ഇങ്ങനെ ചെയ്താലും മതി, പക്ഷേ ആസ് എ റൂൾ നമ്മളിത് പോസിറ്റീവ് ആക്കി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പോസിറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാ സൈഡ്സിനെയും -1 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താലും ഇഫക്റ്റ് ഒന്നുമില്ല. 0 ഇൻറ്റു -1 വിൽ ഗിവ് യു 0. അപ്പോൾ ഈ സൈൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. -1.25 വരെ ഇപ്പോൾ ഇവിടെ എന്താവും, പോസിറ്റീവ് 1.25. ഈ +40x മാറി എന്താവും, -40x -160 ചേഞ്ച് ചെയ്ത് പോസിറ്റീവ് 160. കാരണം ഇതിൻ്റെ ഈ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ നെഗറ്റീവ് സിമ്പിൾ മാറ്റാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. സാധാരണ നിങ്ങൾ ചെയ്യുമ്പം ഈ രീതിയിൽ ചെയ്യണം, നെഗറ്റീവ് മാറ്റി ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ മറന്നുപോലെ ആ പോയിൻറ്റ് നെഗറ്റീവ് ഇട്ട് ചെയ്താൽ ആൻസർ കിട്ടും, ബട്ട് ഇറ്റ്സ് ബെറ്റർ ടു റിമൂവ് ദ നെഗറ്റീവ്. അതായത് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റെ നെഗറ്റീവ് സിമ്പിൾ റിമൂവ് ചെയ്യുന്നതാണ് നല്ല. നെഗറ്റീവ് സിമ്പിൾ റിമൂവ് ചെയ്യണമെങ്കിൽ ആ -1 ബാക്കി ബോത്ത് സൈഡ്സിലെ എല്ലാ വേരിയബിൾസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്ക്. സോ ഹിയർ a ഈക്വൽസ് 1.25, b ഈക്വൽസ് -40 ആൻഡ് c ഈക്വൽസ് 160. അറിയാമല്ലോ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 1.25 അതാണ് a. പിന്നീട് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് -40 അതാണ് b. പിന്നീട് കോൺസ്റ്റൻ്റ് ഇസ് 160. അപ്പോൾ ഇതായി. ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതായത് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് e ഈക്വൽ 0 എന്നുള്ള ഫോമിലെത്തി. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യും. ഐദർ വി ക്യാൻ യൂസ് ഫാക്ടറൈസേഷൻ മെത്തഡ് ഓർ വി ക്യാൻ യൂസ് ഫോമുല. ഇവിടെ ഫാക്ടറൈസേഷനെ കാട്ടി കുറച്ചും കൂടെ എളുപ്പം നമുക്ക് ഫോമുല ആയിരിക്കും. ഫാക്ടറൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്, അറിയാമല്ലോ. ആദ്യം എയുടെ വാല്യൂ 1 ആയിരിക്കണം. അതിവിടെ 1 അല്ല, 1 ആക്കാൻ മാർഗ്ഗങ്ങളും ഇല്ല. പിന്നീട് സം ഓഫ് ഇൻറ്റിജേഴ്സും രണ്ട് ഫിഗേഴ്സ് എടുത്തല്ലോ, ആ 2 ഇൻറ്റിജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 160 കിട്ടണം. അപ്പോൾ അതൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റെപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഫോമുല യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. ഫോമുല അറിയാമല്ലോ, -b ± √(b²) - 4ac ഡിവൈഡഡ് ബൈ 2a. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂ. 40 എന്ന് പറയുന്നത് -40 ആണ്. -40 -b എന്നല്ലേ, അപ്പോൾ -40യും ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, പിന്നീട് -40, അത് രണ്ടും കൂടെ +40 ആവും. Then plus or minus b square. b square means here b equals -40. Therefore -40 the whole square minus within bracket 4ac. Either 4 into a is 1.25 into c is 160. Then you need to close the bracket. Over 2 into 1.25. 2 into a nana. Here the value of a is 1.25. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. ഇനി ഇതിനെ സോൾവ് ചെയ്യുക. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 40. അത് ഞാൻ മുന്നത്തെ സ്റ്റെപ്പിൽ പറഞ്ഞതാണ്, അതൊന്നുകൂടെ റീറൈറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, 40 ± -40² എന്ന് പറയുന്നത് 600 മൈനസ് 4 into a into c സോൾവ് ചെയ്യുമ്പം 800 കിട്ടും, ഡിവൈഡഡ് ബൈ 2.5. പിന്നീട് സോൾവ് ചെയ്ത് പോവുക. ഫൈനൽ സൊല്യൂഷൻ ഇവിടെ നിൽക്കും. 40 ± 28.284. അതായത് √800 ആണ് 28.284 ഓവർ 2.5. ഇനി എക്സിന് 2 പോസിബിൾ വാല്യൂസ് വരുമല്ലോ. ഒന്ന് ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു വാല്യൂ, മറ്റത് മൈനസ് ചെയ്തുകൊണ്ടുള്ളൊരു വാല്യൂ. So first value for x will be 40 plus 28.284 divided by 2.5, that is equal to 27.31. The other possible value for x will be 40 minus use either minus 28.284 divided by 2.5, that gives you 4.686. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെറിയ കാൽക്കുലേഷനിൽ അപ്രോക്സിമേഷൻ്റെ ഒക്കെ ഡിഫറൻസ് വരും. ഇറ്റ്സ് ഓക്കെ. ഇനിയിപ്പോൾ 27.31 എന്നും 4.686 എന്നും പറഞ്ഞ് 2 ആൻസേഴ്സ് കിട്ടി.
ഇതാണ് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ്. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ എങ്ങനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, തൗസൻഡ്സിലോട്ട് ആക്കിയെടുക്കണമെന്ന്. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 1000. So one possible solution is 27,310 units and the other solution is 4,686 units. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു പുതിയ ഫംഗ്ഷൻ തന്നു. ആ ഫംഗ്ഷൻ എന്താണ്? പ്രൈസ് ഓർ ഡിമാൻഡ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ റവന്യൂ ഫംഗ്ഷനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഓർക്കേണ്ട കാര്യം, പി എക്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരുന്നത് പ്രൈസ് ഫംഗ്ഷൻ. കാരണം ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് പ്രൈസ് ഓർ ഡിമാൻഡ് ഫംഗ്ഷൻ. അതിനെ നിങ്ങൾ എന്തായിട്ട് തെറ്റിദ്ധരിക്കാൻ പാടില്ല, പ്രോഫിറ്റ് ഫംഗ്ഷനായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഈ വേയിൽ ഈ പ്രോബ്ലം നിങ്ങൾ നോട്ടിലൊന്ന് എഴുതിയിട്ടിട്ട് തന്നെ ഒന്ന് സോൾവ് ചെയ്ത് പഠിക്കണം. ഓക്കെ, താങ്ക് യു.